നമസ്കാരം. കേരള വിഷൻ ന്യൂസിന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തിരുവനന്തപുരത്തെത്തും. അതുപോലെ തന്നെ ശബരിമല സ്വർണ്ണ കവർച്ചയിൽ മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷയിൽ കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് വിധി പറയും. അതുപോലെ തന്ത്രി കണ്ഠരര് രാജീവരുടെ കസ്റ്റഡി കാലാവധിയും ഇന്ന് അവസാനിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് വി.ഡി. സതീശനും സണ്ണി ജോസഫും അടക്കമുള്ള നേതാക്കൾ ഹൈക്കമാൻഡുമായി ഇന്ന് ഡൽഹിയിൽ ചർച്ച നടത്തും. തുടങ്ങി പുതിയൊരു വാർത്താ ദിനത്തിൽ നിരവധി വാർത്തകളുണ്ട്. ആദ്യം നോക്കാം ടോപ്പ് ഹെഡ്ലൈൻസ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തിരുവനന്തപുരത്ത്. ബി.ജെ.പിയുടെ മിഷൻ കേരളയ്ക്ക് തുടക്കമിട്ട തിരുവനന്തപുരം നഗരത്തിന്റെ വികസന രേഖ പ്രഖ്യാപിക്കും. അതിവേഗ റെയിൽ പാതയുടെ പ്രഖ്യാപനത്തിനും സാധ്യത. 2020 പാർട്ടി ചീഫ് കോർഡിനേറ്റർ സാബു എം ജേക്കബ് മോദിക്കൊപ്പം വേദിയിലെത്തും. എൻഡിഎയിലേക്കുള്ള ഔദ്യോഗിക പ്രവേശനം പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ദേവസ്വം മുൻ അഡ്മിനിസ്ട്രേറ്റർ മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷയിൽ വിധി ഇന്ന്. സ്വാഭാവിക ജാമ്യം തേടിയുള്ള ഹർജി പരിഗണിക്കുന്നത് കൊല്ലം വിജിലൻസ് കോടതി. നീക്കം അറസ്റ്റ് ചെയ്ത് 90 ദിവസം കഴിഞ്ഞിട്ടും SIT കുറ്റപത്രം സമർപ്പിക്കാത്ത ചൂണ്ടിക്കാട്ടി. തന്ത്രി കണ്ഠരര് രാജീവരുടെ റിമാൻഡ് കാലാവധി ഇന്ന് അവസാനിക്കും. തന്ത്രിയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ജനുവരി 28-ന്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ചർച്ചകൾക്കായി കോൺഗ്രസ് നേതൃത്വം ഡൽഹിയിൽ. വി.ഡി. സതീശനും സണ്ണി ജോസഫും അടക്കമുള്ളവർ ഹൈക്കമാൻഡുമായി ചർച്ച നടത്തും. സ്ഥാനാർത്ഥി നിർണയത്തിനുള്ള മാനദണ്ഡങ്ങളിൽ തീരുമാനമുണ്ടായേക്കും. CPIM നേതൃയോഗങ്ങൾക്കും ഇന്ന് തുടക്കം. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഗൃഹസന്ദർശന പരിപാടി അടക്കം വിലയിരുത്തും. കേരളം നൽകിയ ഹൃദയവും തുണച്ചില്ല. ഹൃദയമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയായ നേപ്പാൾ സ്വദേശി ദുർഗ കാമി മരിച്ചു. അന്ത്യം ഇന്നലെ രാത്രി ഹൃദയാഘാതം മൂലം. ആരോഗ്യസ്ഥിതി വഷളായത് ശ്വാസകോശത്തിന്റെ പ്രവർത്തനം നിലച്ചതോടെ ദുർഗയുടേത് രാജ്യത്ത് ആദ്യമായി സർക്കാർ ആശുപത്രിയിൽ നടക്കുന്ന ഹൃദയമാറ്റ ശസ്ത്രക്രിയ. ന്യൂസിലാൻഡിനെതിരായ 2020 പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന്. മത്സരം രാത്രി 7 മണിക്ക് ഛത്തീസ്ഗഡിലെ ന്യൂ റായ്പൂരിൽ. ഇന്ത്യ ഇറങ്ങുന്നത് ആദ്യ മത്സരം ജയിച്ച ആത്മവിശ്വാസത്തിൽ. സഞ്ജു ഓപ്പണിംഗിൽ പിടിച്ചു നിൽക്കുമോ എന്ന് ഉറ്റുനോക്കിയ ആരാധകർ.